ഗൾഫ് ജീവിതത്തിന്റെ ഏറ്റവും തിരക്ക് പിടിച്ച സമയത്തായിരുന്നു ഇങ്ങനൊരു അവധിക്കാലം. ആഗ്രഹിച്ച് കിട്ടിയോണ്ടാവും ഓരോ നിമിഷത്തിനും അതിൻ്റെതായ വിലയുണ്ട്. അതുകൊണ്ട് വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയം ഒരിക്കലും പാഴാക്കാറേയില്ല. അച്ഛമ്മ രാവിലെ തന്നെ ആവട്ടെ മുറ്റത്തെ ചെടികളിൽ ഒരു കിളിക്കൂട് കണ്ടതിന്റെ സന്തോഷത്തിലാണ്. ഇതുപോലെ തന്നെ വീടിന്റെ പല ഭാഗത്തെ ചെടികളിലും പക്ഷിക്കൂടുണ്ടെന്ന് അമ്മ പറഞ്ഞു. ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും അമ്മയും അച്ഛമ്മയും ഇതെല്ലാം നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷികൾ വരുന്നതും പോകുന്നതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഇന്നലെ രാത്രിയിൽ ചെറിയൊരു മഴയുണ്ടായിരുന്നു തോന്നുന്നു. രാവിലെ തന്നെ നല്ല തണുത്ത കാറ്റും വീശുന്നു. പതിവില്ലാതെ കുറച്ച് നേരത്തെ എണീറ്റുകൊണ്ട് നല്ലൊരു ചായ കിട്ടി. യാത്രകളും വീഡിയോ എഡിറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ നല്ല സമയമാവും. ഞാൻ രാവിലെ എണീക്കാത്തതിൽ അച്ഛനോട് കംപ്ലൈന്റ് പറയുകയാണ് അച്ഛൻ. ഇതെല്ലാം കേട്ട് ജോലിക്ക് പോകാൻ റെഡിയാവുകയാണ് അച്ഛൻ. അച്ഛൻ പെയിന്റിങ്ങിന്റെ ജോലിക്ക് പോകുന്ന കണ്ടപ്പോൾ എനിക്കും ചെറിയൊരു കൊതി തോന്നി. പണ്ട് പ്ലസ് ടുവിന്റെയും ഡിഗ്രിയുടെയും അവധി സമയത്ത് ഒരുപാട് അച്ഛൻ്റെ കൂടെ പോയിട്ടുള്ളതാണ്. എങ്കിലും അച്ഛൻ്റെ കൂടെ പോകാൻ ഒരു കൊതി. പക്ഷെ അച്ഛൻ അത് സമ്മതിക്കുന്നേയില്ല. അച്ഛൻ ജോലിക്ക് പോയിട്ട് ഇത്രയും സമയമായിട്ടും അമ്മയെ പുറത്തോട്ട് കണ്ടേയില്ല. അത് അന്വേഷിച്ച് ഞാൻ അടുക്കളയിൽ ചെന്നപ്പം അമ്മ നല്ല തിരക്കാണ്. അച്ഛൻ ജോലിക്ക് പോയതിനു ശേഷം അമ്മ തൊഴിലുറപ്പിന് കൂടി പോകും. ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തേക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കണം. അതിന്റെ തിരക്കിലാണ് അമ്മ. ഉച്ചക്കത്തെ ചോറിന് കറിയാവാൻ കുറച്ച് താമസമുണ്ട്. മീൻകാരൻ എത്താൻ കുറച്ച് സമയമുണ്ട്. ഇവിടെ നിന്നാൽ ഒരുപാട് മീൻ വണ്ടി പോകുമെങ്കിലും ഈ ചേട്ടൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് എന്നും വാങ്ങാറ്. അങ്ങനെ 200 രൂപയ്ക്ക് 1 കിലോ നല്ല അയല വാങ്ങി ഞാൻ വീട്ടിലേക്ക് പോയി. ഒട്ടുമിക്ക എല്ലാ ദിവസവും വീട്ടിലേക്ക് മീൻ വാങ്ങാറുണ്ട്. പണ്ട് മീൻ വാങ്ങാൻ നാടായ കുടിയാൻമലയിൽ പോകണമായിരുന്നു. പക്ഷേ ഇപ്പോൾ വീടിനടുത്ത് വരെ മീൻ കൊണ്ടെത്തി. കുറച്ച് വൈകിയാണെങ്കിലും അമ്മ ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് വന്നു. അതും എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മയോട് എന്ത് വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇവിടുന്ന് കുറച്ച് അകലെ ആയതുകൊണ്ട് അമ്മയെ ജോലി സ്ഥലത്ത് കൊണ്ടുവിടും. പോയി വരുന്നത് വരെ അച്ചമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ ഞാൻ TV-യിൽ വെച്ച് കൊടുത്തു. പഴയകാല സിനിമകൾ കാണുന്നത് അച്ചമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉച്ച കഴിഞ്ഞ് നല്ലൊരു മഴയ്ക്കുള്ള കോളുണ്ട്. ഞാൻ നാട്ടിൽ വന്നിട്ട് നല്ലൊരു മഴ ഇതുവരെ കൂടിയിട്ടേ ഇല്ല. ഇത്രയും ചൂടുള്ള സമയത്ത് ഒരു നല്ല മഴ പെയ്താൽ രാത്രിയിൽ ഉറങ്ങാൻ നല്ല സുഖമാണ്. ശക്തമായി മഴ പെയ്തു തുടങ്ങിയില്ലെങ്കിലും നല്ല കാറ്റും നല്ല ഇടിമിന്നലും ഉണ്ട്. ഇത്രയും ചൂടത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ നല്ലൊരു മഴ കിട്ടുന്നത് വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു. ഇന്ന് പെയ്ത ഈ മഴ ചൂടിനെ തണുപ്പിച്ചെന്ന് മാത്രം എനിക്ക് തോന്നിയില്ല, മനസ്സിനെയും തണുപ്പിച്ചെന്ന് തോന്നുന്നു. വേറെ വ്ളോഗിൽ കാണാം. ബൈ.